Hello guys, welcome back to our YouTube channel. This story from Navya. സോ ഞാൻ കുറേ ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇത്രയും നാൾ ഷോർട്സ് ഇട്ട് വിലസുമായിരുന്നു. ഇത് കുറേ നാളായിട്ട്, അതായത് കുറേ നാളല്ല, ഒരു വർഷമായിട്ട് എൻ്റെ കയ്യിൽ പുന്നൂലെ സൂക്ഷിച്ചുകൊണ്ട് കിടക്കുന്ന വീഡിയോ. എന്നേലും ഇൻട്രസ്റ്റ് തോന്നുമ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കൈ പൊതിഞ്ഞു വെച്ചിരുന്നൊരു പൊരുളായിരുന്നു. സോ ഇന്ന് ഞാൻ ഇതെല്ലാം കൂടി അങ്ങ് മെർജ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് മാത്രം ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല. സോ ഈ കാബറക്കികളെയും കൊണ്ട് ഞാനൊന്ന് ഊഴിച്ചിട്ടാൻ ഇറങ്ങിയതാണ് ഗൈസ്. പെട്ടുപോയെന്ന് വേണമെങ്കിൽ പറയാം. മ്യൂസിയത്തിൽ പോയി. മ്യൂസിയം ക്ലോസ്ഡ് ആയിരുന്നു. അറിഞ്ഞിട്ടും എന്നോട് ഇവളുമാരാരും ഒന്നും മൊഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ ചുറ്റിക്കറകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ശരി ശംഖുമുഖത്ത് പോയിട്ട് വെട്ടാട് പോകുന്ന തീരുമാനിച്ച് പോകുന്ന വഴിയിൽ പാളയം പള്ളിയിൽ കയറി അവിടെയൊക്കെ കാണിച്ചതിന് ശേഷം ഇതുങ്ങൾക്ക് ബസ് സ്റ്റോപ്പിൽ പോകാനോ ടിക്കറ്റ് എടുക്കാനോ അറിയത്തില്ല. ഇതുങ്ങളെയും കൊണ്ട് ഞാൻ വീണ്ടും പാളയം ബസ് സ്റ്റോപ്പിലോട്ട് പോയി. അവിടെ നിന്ന് ടിക്കറ്റും എടുത്ത് ബസ്സിലും വലിച്ച് കയറ്റിയിട്ട് നമ്മളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണെന്നറിയോ? ശംഖുമുഖത്തോട്ട്. അവിടെ എന്താ നടക്കുന്നുള്ളത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഗൈസ്, തിക്കും തിരക്കും നിറഞ്ഞ ബസ് യാത്രക്കൊടുവിൽ നമ്മൾ ശംഖുമുഖത്ത് എത്തി. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ? ഈ ദിവസം മൊത്തം മൂഞ്ചിലായിപ്പോയി ഗൈസ്. പോയിടത്തെല്ലാം മൂഞ്ചി ഗൈസ്. ഞങ്ങള് മ്യൂസിയം പോയി, സൂ ക്ലോസ്ഡ്. ഞങ്ങളിപ്പോ ഇവിടെ ശംഖുമുഖത്ത് വന്ന് ബീച്ചിൽ ഇറങ്ങാൻ പറ്റത്തില്ല. അത് ഈ നട്ടുച്ച വെയിലെത്തി. ഇവളുമാർക്ക് ഭ്രാന്ത് പോണ ആദ്യത്തെ ഭ്രാന്തികള്. അവളുമാര് മൊഴിഞ്ഞിരുന്നെങ്കിൽ വെറുതെ എന്റെ മ്യൂസിയം വരെയുള്ള ടിക്കറ്റ് വേസ്റ്റ് ആവൂലേ? ഇപ്പൊ നമ്മള് വന്ന സ്ഥിതിക്ക് ഇവിടെ ഒക്കെ ചുറ്റി കാണാന്ന് വിചാരിച്ച് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നിറയെ കപ്പിൾസ് ഇങ്ങനെ കുറേ എണ്ണം കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ആയിരിക്കും അവസ്ഥ. അവസാനം ഇവിടുത്തെ ചുറ്റിക്കറങ്ങലും ഫോട്ടോ എടുപ്പും വീഡിയോസ് എടുപ്പും ഒക്കെ കഴിഞ്ഞതിനൊടുവിൽ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നൊരു ഓട്ടോ സ്റ്റാൻഡ് ഇപ്പോൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ ചെന്നിറങ്ങിയത് വെട്ടാട് പള്ളിയിലോട്ടാണ്. അവിടെ ഇതിനേക്കാളും വലിയ ട്വിസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ വെട്ടാടെത്തി പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം ഒരാളെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങും ചുറ്റി ഇങ്ങും ചുറ്റി. ഈ വീഡിയോയ്ക്ക് അവസാനം ഒടുവിൽ വന്നെത്തുന്ന ഒരു സാധനമുണ്ട്, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഇതാണ് ആ സാധനം. ഈ ലോകത്തേത് മുക്കിലും മൂലയിലും കൊറോണ തീർന്നാലും അവൾക്ക് മാത്രം തീരത്തില്ല. മാസ്കും വെച്ച് ചുറ്റിത്തിരി നടക്കുക. അവസാനം ഞങ്ങൾ കടലിലിറങ്ങാനുള്ള ആഗ്രഹവും മോഹവും കൊണ്ട് കടലിലോട്ടിറങ്ങി. അവിടെയാണ് ഞാൻ പറഞ്ഞ ട്വിസ്റ്റ് ഇരിക്കുന്നത്. എല്ലാത്തിനും കാണിച്ചുതരാം. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ഈ കോപ്രായങ്ങൾക്കൊടുവിൽ ആ രഹസ്യം നിങ്ങൾക്ക് എന്താണെന്നറിയണ്ടേ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഫോൺ പോയി. അതിഗംഭീരമായി നമ്മുടെ ആരതിയുടെ ഫോണ് കടലിൽ വീണ് മുങ്ങിപ്പൊങ്ങി ഓണായി. അവസാനം പിന്നെ കുറെ വര വീണ് ഇപ്പൊ ഏതവസ്ഥയിൽ ആരതി കാണിച്ചാണ് കണ്ട ഗൈസ്. ഒന്നും ഓണാവുന്നില്ല. ആരതിയാക്കി മൂഞ്ചി. എന്തൊക്കെ തന്നെ വിഷമങ്ങളും നഷ്ടങ്ങളും സങ്കടങ്ങൾ ഉണ്ടായാലും ഉണ്ടല്ലോ, നമുക്ക് വിശപ്പെന്ന് പറയുന്നൊരു സാധനം വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ അടുത്തുണ്ടായിരുന്ന ഒരു ബിരിയാണി കടയിൽ കയറി ഞങ്ങളെല്ലാവരും കൂടി ബിരിയാണി ഓർഡർ ചെയ്തു. ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഈ കാണുന്ന ഒരു പ്ലേറ്റ് ബിരിയാണിക്ക് നല്ല റേറ്റ് പറഞ്ഞു. എത്ര റേറ്റ് എന്നൊക്കെ ഞാൻ മറന്നുപോയി ഗൈസ്. അതുകൊണ്ട് 2 പേരും ഒരു ബിരിയാണി വെച്ചാൽ വാങ്ങിച്ചത്. പക്ഷേ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കൊള്ളാം, നല്ല ബിരിയാണി ആയിരുന്നു. ഈ തീറ്റയ്ക്കൊക്കെ ഒടുവിൽ കുറച്ച് നേരം വിശ്രമിക്കാൻ പള്ളിയുടെ ഫ്രണ്ടിൽ ഇരുന്നതിന് ശേഷം നമ്മൾ പിന്നെ തിരിച്ച് പോകാമെന്ന് വിചാരിച്ച സമയം കുറേ ആയതുകൊണ്ടും ആരതിയുടെ വിഷമം കണ്ടതുകൊണ്ടും നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് വെച്ച് നടന്നു. ഈ പൊരി വെയിലത്ത് കുറേ നേരം ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്കൊരു ബസ് കിട്ടുന്നത് തന്നെ ഗൈസ്. ആ കാണുന്ന ഗേറ്റില്ലേ, അവിടെ ഒരു കറുത്ത ഗേറ്റ് ഉണ്ട്, നിങ്ങൾ കണ്ടില്ല? ആ ഗേറ്റിന് ഓപ്പോസിറ്റ് ഉണ്ട് ഒരു കൂട്ടുകാരുടെ വീടുണ്ടേ. അവസാനം അവരുടെ ബസ്സും വന്ന് അവരെയും പറഞ്ഞു വിട്ട് ഞാനും പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.